നെക്സ്റ്റ് നോക്കുന്നത് പ്രോസസ് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള മെയിൻ ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക്സ് എന്ന് പറഞ്ഞ മെക്കാനിസം ആണ്. പ്രോസസ് സിങ്ക്രണൈസേഷൻ എൻഷുർ ചെയ്യാൻ. പ്രോസസ് സിങ്ക്രണൈസേഷൻ അഗെയിൻ നമുക്കൊരു ഇവിടെ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്, ഷെയർഡ് മെമ്മറി ഏരിയ ഉണ്ട്. ഈ ഷെയർഡ് മെമ്മറി ഏരിയനെ ആക്സസ് ചെയ്യാൻ അറ്റ് ദ സെയിം ടൈം ഡിഫറെന്റ് പ്രോസസ്സസ് ഓർ ത്രെഡ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു മെത്തേഡാണ് ലോക്സ് എന്ന് പറയുന്നത്. ലോക്സിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ലോക്സിൽ തന്നെ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് ലോക്ക് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. ഒരെണ്ണം ജസ്റ്റ് വെറുതെ ഒരു ഫ്ലാഗ് വേരിയബിൾ വെച്ചിട്ട് ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യണു. പിന്നത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുള്ള ലോക്ക് ഇംപ്ലിമെന്റേഷൻ ആണ്. ഈ 3 ടൈപ്പ് ലോക്ക് ഇംപ്ലിമെന്റേഷനും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ലോക്ക് വേരിയബിളിൽ വരുന്ന അതിന്റെ ഫസ്റ്റത്തെ ഇംപ്ലിമെന്റേഷൻ യൂസിങ് എ സിമ്പിൾ ഫ്ലാഗ്, രണ്ടാമത്തെ ടെസ്റ്റ് ആൻഡ് സെറ്റ്, പിന്നെ കമ്പയർ ആൻഡ് സ്വാപ്പ്. പിന്നെ നെക്സ്റ്റ് വരുന്ന സ്പിൻ ലോക്സിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, സ്പിൻ ലോക്സ്. ദെൻ സ്ലീപ്പിംഗ് ലോക്സ് വേഴ്സസ് സ്പിന്നിങ് ലോക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോക്ക് വേരിയബിൾ എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ, ലോക്കിന്റെ ഡെഫിനിഷൻ, അതുപോലെ പ്രിൻസിപ്പിൾ എന്താണ്. 3 തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ യൂസിങ് സിമ്പിൾ ഫ്ലാഗ് വേരിയബിൾ, ടെസ്റ്റ് ആൻഡ് സെറ്റ് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ, ദെൻ കമ്പയർ ആൻഡ് സ്വാപ്പ് ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻ, ദെൻ സ്പിൻ ലോക്സ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലീപ്പിംഗ് ആൻഡ് സ്പിന്നിങ് ലോക്സ് എന്താണ്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് again this locks are one of the mechanism for providing process synchronization. Synchronization mechanisms focuses on how to access critical section with mutual exclusion, progress and bounded waiting. അപ്പോൾ synchronization mechanisms പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷനെ എങ്ങനെ ആക്സസ് ചെയ്യാം, വിത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രോഗ്രസ് സാറ്റിസ്ഫൈ ചെയ്യണം, 3 റിക്വയർമെന്റ്സ്, ദെൻ ബൗണ്ടഡ് വെയിറ്റും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിനുള്ള വൺ ഓഫ് ദ മെക്കാനിസം ആണ് locks. Then first implementation of the lock is using a lock variable, ഒരു flag variable പോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ lock variable is a synchronization mechanism. അപ്പോൾ lock variable ഇപ്പോൾ ഒരു പ്രോസസ്സ് വരുമ്പോൾ ആ ഒരു പ്രോസസ്സിനകത്ത് എന്തൊക്കെ വേണം, ആദ്യം അതിന് ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ലോക്ക് അക്വയർ ചെയ്യണം. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ലോക്ക് അക്വയർ ചെയ്തതിന് ശേഷമാണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം ക്രിട്ടിക്കൽ സെക്ഷനിലെ കോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് റിലീസ് ആവണം, പിന്നെ റിമൈൻഡർ സെക്ഷൻ ഓഫ് ദ പ്രോഗ്രാം. സോ ഫസ്റ്റ് പ്രോസസ് ട്രൈ ടു അക്വയർ ദ ലോക്ക്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇഫ് നോ അതർ പ്രോസസ് ഹോൾഡ്സ് ദ ലോക്ക്, ദ പ്രോസസ് അക്വയർ ദ ലോക്ക്. വേറെ ഒരു ലോക്ക്, ഇപ്പൊ ഒരു ലോക്ക് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് വേറെ ഏതെങ്കിലും പ്രോസസ്സ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിലാണ് അനദർ പ്രോസസ്സിന് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ദിസ് പ്രോസസ് സെറ്റ് ടു ദ ഓണർ ഓഫ് ദ ലോക്ക്. ഫസ്റ്റ് അത് യൂസ് ചെയ്യുന്ന ഒരു ഏത് പ്രോസസ്സിനാണോ ഈ ലോക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് ഓണർ ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ലോക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ വിൽ ബി അൺലോക്കിംഗ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ വർക്കിംഗ് എങ്ങനെയാണ്, ഓരോ പ്രോസസ്സിനും വരുന്ന വർക്കിംഗ് കോഡ് എങ്ങനെയാണ്. അതായത് ലോക്ക് അക്വയർ ചെയ്യുന്നു യൂസിങ് എ ലോക്ക് ഫംഗ്ഷൻ, ദെൻ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു, ലോക്ക് റിലീസ് ചെയ്യുന്നു, റിമൈൻഡർ സെക്ഷനിലേക്ക് പോകും. ദെൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കോഡ് വെച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇപ്പോൾ വൈൽ, ഇതാണ് എൻട്രി സെക്ഷൻ. ഓരോ പ്രോസസ്സിനും ഇങ്ങനെ ഉണ്ടായിരിക്കും, ഒരു എൻട്രി സെക്ഷൻ ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കും, ദെൻ എക്സിറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എൻട്രി സെക്ഷനിലാണ് ലോക്ക് അക്വയർ ചെയ്യുന്നത്. വൈൽ ലോക്ക്, ഇപ്പൊ ലോക്കിന്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, ഇനീഷ്യലി ലോക്കിനെ നമ്മൾ സെറ്റ് ടു 0 ആണ് ആക്കേണ്ടത്. ഇനീഷ്യലി ലോക്ക് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ 0 ആക്കണം. സോ നോ പ്രോസസ് യൂസിങ് ദ ലോക്ക് വാല്യൂ നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 മീൻസ് ലോക്ക് 1 ആയിട്ടുണ്ട്, ലോക്ക് 0 അല്ല. 0 or 1 ആണ് ലോക്കിന് വരാവുന്ന വാല്യൂസ്. ലോക്ക് 0 അല്ല എന്ന് പറയുമ്പോൾ ഏതൊരു പ്രോസസ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ലോക്കിന്റെ വാല്യൂ അതുകൊണ്ടാണ് 0 അല്ലാത്തത്. ലോക്കിന്റെ വാല്യൂ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 മീൻസ് വാട്ട്, നോട്ട് ഈക്വൽ ടു 0. ലോക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലോക്ക്ഡ്, നോ അതർ പ്രോസസ് യൂസിങ്. 0 അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതോ പ്രോസസ് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ വൈൽ ലൂപ്പിൽ ഇവിടെ വെയിറ്റ് ചെയ്യണം, വന്ന പ്രോസസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അൺലെസ് ദ വാല്യൂ ഓഫ് ദ ലോക്ക് ബിക്കംസ് 1. വെയിറ്റ് ചെയ്യാൻ ഈ ടെർമിനേഷൻ വൈൽ ലൂപ്പ്, വൈൽ എഴുതിയിട്ട് ഒരു കണ്ടീഷൻ എഴുതിയിട്ട് ടെർമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നവരെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിട്ട് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും till the condition satisfies. Then ലോക്കിന്റെ വാല്യൂ 1 നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ പ്രോസസ്സിന്
ഈ ലോക്ക് കിട്ടും. ഈ ലോക്ക് അപ്പോൾ ഇത് ലോക്കിന്റെ വാല്യൂ 1 ആക്കും. ലോക്കിന്റെ വാല്യൂ ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്തിട്ട് ലോക്കിന്റെ വാല്യൂ 1 ആക്കും. ആഫ്റ്റർ മേക്കിംഗ് ദ ലോക്ക് വാല്യൂ 1 ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ. So if ഇതാണ് log value 0 means critical section is currently vacant. No process is present inside it. Log value 1 ആണെങ്കിൽ critical section is occupied and a process is present inside it. അപ്പോൾ ഈ ഫസ്റ്റത്തെ പ്രോസസ്സ് P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരാണ്. P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ കറന്റ് ലോക്കിന്റെ വാല്യൂ 1 ആണ്. ലോക്ക് വാല്യൂ നോട്ട് ഈക്വൽ ടു, സോ ഇറ്റ് വിൽ ബി ചെക്കിംഗ് ദ വൈൽ ലൂപ്പ് ഫസ്റ്റ്. ലോക്ക് വാല്യൂ നോട്ട് ഈക്വൽ ടു 0. 0 അല്ല, 1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ഇസ് 1. സോ ഈ വൈൽ ലൂപ്പ് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രോസസ്. ദെൻ ഈ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷന് പുറത്തേക്ക് വരുമ്പോഴാണ് അത് എക്സിറ്റ് സെക്ഷനിൽ വെച്ച് ലോക്കിന്റെ വാല്യൂ 0 ആക്കും. ലോക്കിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അതർ പ്രോസസ് ക്യാൻ എൻ്റർ ഇൻ ടു ദ ദിസ് ലോക്ക് വാല്യൂ അവർക്ക് 0 ആകുമ്പോൾ ലോക്കിന്റെ വാല്യൂ അവർ 1 ആക്കിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്? അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമാണ് ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലോക്കിന്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. ലോക്കിന്റെ അത് കഴിഞ്ഞ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണു. ലോക്ക് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ലോക്ക് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 മീൻസ് വേറെ ഏതെങ്കിലും പ്രോസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈൽ ലൂപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനാണ് ഈ ടെർമിനേഷൻ സിമ്പിൾ ചെയ്യുന്നത്. ഇതിന്റെ പ്രോഗ്രാം വെച്ചിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. സെയിം സംഭവം തന്നെ പ്രോഗ്രാമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ലോക്കിന് ഒരു ലോക്ക് എഴുതാനായിട്ട്, ലോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ പോലെ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ട് ടൈപ്പ് ഡെഫ് സ്ട്രക്ട് അണ്ടർസ്കോർ ലോക്ക് അണ്ടർസ്കോർ ടി എന്ന് പറയുന്ന സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിയിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രക്ചറിന് എങ്ങനെയാണ്? സ്ട്രക്ചറിന് ഒരു നെയിം ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റുഡന്റ് സ്ട്രക്ചർ ആണെങ്കിൽ ഒരു നെയിം ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ സ്ട്രക്ചറിന്റെ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ സ്ട്രക്ചറിന്റെ അകത്ത് വേരിയബിൾ എന്ന് പറയുന്നത് ഫ്ലാഗ് വേരിയബിൾ ആണ്. ഇതിന്റെ ടൈപ്പ് എന്താണ്? ലോക്ക് ടൈപ്പ് ആണ് ഇതിന്റെ ടൈപ്പ് വരുന്നത്. ഈ സ്ട്രക്ചറിന്റെ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇതൊരു ലോക്കാണ്. പിന്നെ ഇങ്ങനെയാണ് ഒരു ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ട് ലോക്കിനെ ഡിഫൈൻ ചെയ്തു. അതിന്റെ ഫ്ലാഗിന്റെ വാല്യൂ ആണ് 0 and 1. ദെൻ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോക്കിനെ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചറിലെ മ്യൂടെക്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലെ ഫ്ലാഗിന്റെ വാല്യൂ ആണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പോയിന്റർ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? പാസ് ബൈ റെഫറൻസ്. പോയിന്റേഴ്സ് ആയാലാണ് നമുക്ക് എല്ലാ പ്രോസസ്സിനും ഇതിന്റെ സെയിം വാല്യൂ തന്നെ നമുക്ക് സെയിം അഡ്രസ്സിന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ഇപ്പോൾ പാസ് ബൈ റെഫറൻസ് ആയതുകൊണ്ട് പാസ് ബൈ വാല്യൂ ആണെങ്കിൽ കോപ്പീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ സെയിം വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ കോപ്പീനെ ആയിരിക്കും ആക്സസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നു ലോക്കിന്റെ വാല്യൂ. ലോക്കിന്റെ പേര് മ്യൂടെക്സ്. മ്യൂടെക്സിന്റെ ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇത് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. ലോക്കിന്റെ ആദ്യത്തെ വാല്യൂ 0 ആക്കി. ഈ ലോക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണിത്. മ്യൂടെക്സ് എന്നാണ് ലോക്കിന്റെ പേര്. ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ചെക്ക് ചെയ്യുന്നത്. വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ടെർമിനേഷൻ സിമ്പിൾ ആണ്. അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ വൈൽ ലൂപ്പിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെ പറയുന്നതാണ് സ്പിൻ ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഈ ഒരു പ്രോസസ്സ് വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും, വെയിറ്റ് ചെയ്യും. വീണ്ടും വാല്യൂ ഈക്വൽ ടു 1 ആണോ? ഈ 1 ആണെങ്കിൽ ഇങ്ങനെ ഇതിൽ തന്നെ ചെക്കിങ് ആൻഡ് വെയിറ്റിംഗ് ആണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനെ പറയുന്നതാണ് സ്പിൻ ആൻഡ് വെയിറ്റ് എന്നാണ് പറയാ. സ്പിൻ ആൻഡ് വെയിറ്റ്. സോ സ്പിൻ ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് അത്രയും CPU സൈക്കിൾസ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. It will be testing and waiting. Testing this condition, and if the condition is true, it has to wait. Condition false ആവുമ്പോൾ എന്താവും? ഈ വൈൽ ലൂപ്പ് ഇത് പുറത്ത് വന്നിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 0 ആവുമ്പോൾ ഇതിന് ലോക്ക് ഫ്ലാഗ് ഈക്വൽ ടു 0 ആവുമ്പോൾ പിന്നെ ഇതിന് ലോക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇത് ഫ്ലാഗിന്റെ വാല്യൂ വീണ്ടും 1 ആക്കും. ഈ അൺലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്താണ്? ഫ്ലാഗിന്റെ വാല്യൂ 0 ആക്കാണ് ചെയ്യുന്നത് അൺലോക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. ഇതാണ് ഇവിടെ ലോക്കിന്റെ സി ലാംഗ്വേജിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചർ ആയിട്ട് ലോക്കിനെ ഡിഫൈൻ ചെയ്യുന്നു, ഇനീഷ്യലൈസ് ചെയ്യുന്നു, വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ ലോക്ക് ഫംഗ്ഷനകത്ത് ഫ്ലാഗിന്റെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. അത് 1 ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ് ലോക്കിനെ ഹോൾഡ് ചെയ്യണ്ടായിരിക്കും. അപ്പൊ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അതർവൈസ് വാല്യൂ 1 ആക്കും. ദെൻ അൺലോക്ക് ഫംഗ്ഷൻ. ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ സി ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന ഇതൊരു ഫെയിൽഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഫ്ലാഗ് ഇംപ്ലിമെന്റേഷൻ എന്ന ഫെയിൽഡ് ഇംപ്ലിമെന്റേഷൻ. എന്തുകൊണ്ടാണ് അത് ഫെയിൽ ആവുന്നത് നോക്കാം. ഇപ്പൊ രണ്ട് ത്രെഡുകൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന 2 ത്രെഡുകൾ. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? ലോക്ക് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറുക, പിന്നെ അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ത്രെഡിനും
ത്രെഡ് മീൻസ് സിമിലർ ടു പ്രോസസ് ഇറ്റ്സെൽഫ്. രണ്ട് പ്രോസസ് ഉണ്ട് വിചാരിക്കും, P1 ദെൻ P2. ഈ രണ്ട് പ്രോസസ്സ് എൻട്രി സെക്ഷൻ ഉണ്ടായിരിക്കും, ഇതിലാണ് ലോക്ക് ചെക്ക് ചെയ്യുന്നത്. രണ്ട് പ്രോസസ്സിന് എൻട്രി സെക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ക്രിട്ടിക്കൽ സെക്ഷനിലാണ് രണ്ടും ഷെയർഡ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സിറ്റ് സെഷനിലാണ് അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എടുക്കുക. ഫസ്റ്റത്തെ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെഷനിലേക്ക് കയറാൻ വന്നപ്പോൾ ആദ്യം ലോക്കിനെ വിളിച്ചു, ലോക്കിനെ കോൾ ചെയ്തു. അപ്പൊ ലോക്കിന്റെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ്. ആ സമയത്ത് ഫ്ലാഗ് 1 ആയിരുന്നു എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? വേറെ ഏതൊരു പ്രോസസ് അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ P1 എന്ന് പറഞ്ഞ പ്രോസസ് ഹാസ് ടു വെയിറ്റ്. ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും. വൈൽ ലൂപ്പിൽ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P1 എന്ന് പറഞ്ഞ പ്രോസസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഫ്ലാഗിന്റെ വാല്യൂ 0 ആയി. ഫ്ലാഗിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ അത് 1 ആക്കിയിട്ട് ഈ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 1 ആക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 0 ആയ സമയത്ത് തന്നെ ഒരു ഇന്ററപ്റ്റ് വന്നു. എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് 2 എൻ്റർ ചെയ്തു. 0 ആയിട്ട് ഫ്ലാഗിന്റെ വാല്യൂ 1ലേക്ക് ആക്കണം. ആ ഒരു ഗ്യാപ്പിനകത്ത് തന്നെ ഒരു ഇന്ററപ്റ്റ് വരാൻ, ഇന്ററപ്റ്റ് വന്നിട്ട് വേറൊരു പ്രോസസ്സിലേക്ക് സ്വിച്ച് ചെയ്തു പോയി. അപ്പൊ ഈ ത്രെഡ് 1 ഓർ പ്രോസസ് 1ന് ഇപ്പോഴും ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെന്നാണ് അത് അസ്യൂം ചെയ്തിരിക്കുന്നത്. കാരണം അതിന് 1 ആക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഇന്ററപ്റ്റ് വന്നു. ഇന്ററപ്റ്റ് വന്നപ്പോൾ ത്രെഡ് 2 ആണ്, പ്രോസസ് 2 ത്രെഡ് 2 വന്നു. ത്രെഡ് 2 ഇന്ററപ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ത്രെഡ് 2 ലോക്കിനെ കോൾ ചെയ്തു. ത്രെഡ് 2 ഇപ്പൊ നോക്കുമ്പോൾ എന്താണ്? ഫ്ലാഗിന്റെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഫ്ലാഗിന്റെ വാല്യൂ എന്താണ്? ഇപ്പൊ 0 ആണ്. അപ്പോൾ ഈ ത്രെഡ് 2 അതിനെ 1 ആക്കിയിട്ട് ത്രെഡ് 2 ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറി. എന്നിട്ട് ത്രെഡ് 1ലേക്ക് സ്വിച്ച് ചെയ്തു. ത്രെഡ് 1 അതിന്റെ ഓൾഡ് വാല്യൂ ആയിട്ടുള്ള 0 ആണ് ഇപ്പോഴും ത്രെഡ് 1 തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 0 ആണെന്ന് വിചാരിക്കുമ്പോൾ ത്രെഡ് 1ഉം ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറും. അപ്പൊ രണ്ട് പ്രോസസ്സും സെയിം ടൈമിൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. അപ്പൊ നോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതുകൊണ്ട് ഇതൊരു ഫെയിൽഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. സിമ്പിൾ ലോക്സ് വെച്ചിട്ടുള്ള ഫ്ലാഗ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഇസ് എ ഫെയിൽഡ് ഇംപ്ലിമെന്റേഷൻ. അതാണ് ഇതിൽ എന്തുകൊണ്ടാണ് ഫെയിൽ വന്നത്? എന്തുകൊണ്ടാണ്? ഈ ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലകത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലാഗിന്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്ലാഗിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നതും അത് തമ്മിൽ അതൊരു ഒരു സിംഗിൾ ഓപ്പറേഷൻ ആക്കി മാറ്റണം. ഒരു അറ്റോമിക് ഓപ്പറേഷൻ ആക്കി മാറ്റിയാലാണ് ഈ ഒരു ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് ആൻഡ് സെറ്റും കമ്പയർ ആൻഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ഹാർഡ്വെയർ അറ്റോമിക് ഇൻസ്ട്രക്ഷൻസ്. ഹാർഡ്വെയർ അറ്റോമിക് ഇൻസ്ട്രക്ഷൻസ് ടു പ്രൊവൈഡ് അറ്റോമിസിറ്റി. അതായത് ടെസ്റ്റും സെറ്റും ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനിൽ തന്നെ ചെയ്യും. ഇവിടെ അതുപോലെ കമ്പയർ, ടെസ്റ്റിംഗ് മീൻസ് ടെസ്റ്റിംഗ് ദ ഫ്ലാഗ് ഓർ ടെസ്റ്റിംഗ് ദ ലോക്ക് വേരിയബിൾ. ടെസ്റ്റിംഗ് ദ ഫ്ലാഗും സെറ്റിംഗ് ദ ഫ്ലാഗും ആസ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ചെയ്യും. ഇവിടെ അതുപോലെ കമ്പയറിങ്ങും സ്വാപ്പിങ്ങും ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ചെയ്യും. അപ്പൊ അതാണ് നെക്സ്റ്റ് മെത്തേഡിൽ പറയുന്നത്. ഫസ്റ്റ് ഇനി ഇത് നോക്കാം. സിമ്പിൾ ഫ്ലാഗ് കഴിഞ്ഞു. ടെസ്റ്റ് ആൻഡ് സെറ്റ്. ടെസ്റ്റ് ആൻഡ് സെറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, കോഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സെറ്റ്. ഇവിടെ ഇതാണ് ലോക്കിന്റെ വാല്യൂ, പോയിന്റർ വേരിയബിൾ ആണ് ലോക്കിന്റെ വാല്യൂ. ഇതാണ് ഈ വാല്യൂ ആയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്, ന്യൂ വാല്യൂ ആയിട്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഓൾഡ് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂവിനെ ഓൾഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആ വാല്യൂ ആണ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ലോക്കിന്റെ വാല്യൂ ഈ ന്യൂ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദിസ് ഫംഗ്ഷൻസ് ടെസ്റ്റ് ദ ഓൾഡ് വാല്യൂ വൈൽ സൈമിൾട്ടേനിയസ്ലി സെറ്റ് ദ ന്യൂ വാല്യൂ. ഓൾഡ് വാല്യൂവിനെ ടെസ്റ്റ് ചെയ്തിട്ട് ന്യൂ വാല്യൂ സെറ്റ് ചെയ്യും കൂടി സെയിം ഫംഗ്ഷനിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഫംഗ്ഷൻ കോൾ നോക്കാം. ഇതിന്റെ ഫംഗ്ഷൻ കോൾ വരുന്നത് ഇതൊക്കെ സെയിം ആണ്. ലോക്ക് ക്രിയേറ്റ് ചെയ്തു, ലോക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ഇവിടെ ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷനെ കോൾ ചെയ്യാണ്. അപ്പൊ അതിനകത്ത് എന്താണ്? ലോക്കിന്റെ വാല്യൂ ഇതാണ്. എന്ത്? ലോക്കിന്റെ ഇപ്പൊ ഓൾഡ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലോക്കിന്റെ വാല്യൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലോക്കിന്റെ ഓൾഡ് വാല്യൂ, ഇത് ലോക്കിന്റെ ഇപ്പോഴത്തെ ന്യൂ വാല്യൂ. ന്യൂ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 1 ആക്കാനായിട്ടാണ് നോക്കുന്നതെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇതായിട്ട് ചെക്ക് ചെയ്യണു. ഇത് ഓൾഡ് വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത്. ഫംഗ്ഷൻ റിട്ടേൺസ് ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഓൾഡ് വാല്യൂ ആയിരിക്കും. സെറ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും. റിട്ടേൺ ചെയ്യുന്ന ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മീനിങ് എന്താണ്? ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിരുന്നു, ലോക്കിന്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ മീനിങ് എന്താണ്? Some other process is holding the lock, so this has to spin and wait ചെയ്യണം. ഇപ്പോൾ റിട്ടേൺ ചെയ്തത് 0 ആണെങ്കിൽ എന്താണ്? nobody is holding the lock, so this process can use the lock. അങ്ങനെയാണ് if the return value is 0 എന്ന് വരുന്നത്. പിന്നെ then ഈ സെക്കൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് എന്ത്? ന്യൂ.
ഈ ന്യൂ വാല്യൂ ആയിട്ട് സെറ്റും ചെയ്യുന്നു. സെയിം ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് ദ വാല്യൂ ഇസ് സെറ്റ്. സോ ദിസ് ഇസ് ഓൾസോ സ്പിൻ ലോക്ക്. അതായത് ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഫ്ലാഗിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വെയിറ്റ് ചെയ്യണം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ദിസ് ഇസ് ഓൾസോ എ സ്പിൻ ലോക്ക്. സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോക്കാണ്. സോ ദിസ് ഇസ് ലോക്സ് യൂസിങ് ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ലോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ ഫംഗ്ഷന്റെ ഡെഫിനിഷനും അതുപോലെ ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ടെസ്റ്റിംഗ് ഓഫ് ദ ലോക്ക് വേരിയബിളും സെറ്റിംഗ് ഓഫ് ദ ലോക്ക് വേരിയബിളും സെയിം ടൈമിൽ തന്നെ സെയിം ഫംഗ്ഷനിൽ അറ്റോമിക് ഓപ്പറേഷൻ ആയിട്ട് ചെയ്യും. Then compare and swap ilum idupolathe idea thaneyanu ഉപയോഗിക്കുന്നത്. Hardware support instruction is basic compare and swap to test whether the value that is specified by the pointer is equal to expected and update the memory location. At the same time il തന്നെ compare ഉം അതുപോലെ swap ഉം ചെയ്യും. Then spin lock using compare and swap ന്റെ കോഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. compare and swap നകത്ത് നമുക്ക് ഇവിടെ ഇതാണ് ലോക്കിന്റെ വാല്യൂ, എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഇതാണ്, ന്യൂ വാല്യൂ ഇതാണ്. അപ്പൊ ഇവിടെ കോൾ ചെയ്യുമ്പോൾ ലോക്ക് ഈ കമ്പയർ ആൻഡ് സ്വാപ്പ് കോൾ ചെയ്യുമ്പോൾ ലോക്കിന്റെ വാല്യൂ എന്താണോ അതാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ് ദാറ്റ് വിൽ ബി ഗിവൺ ടു ദിസ്. ഈ പോയിന്ററിന് ആ ആർഗ്യുമെന്റ് കിട്ടും. ദെൻ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 0 ആണെങ്കിലാണ് ഈ ലോക്ക് അക്വയർ ചെയ്യുള്ളൂ. 1 എന്ന് പറയുന്നത് എന്താണ്, ന്യൂ വാല്യൂ. അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിനെ 1 ആക്കണം. അപ്പോൾ ഈ ഓൾഡ് വാല്യൂ ലോക്കിന്റെ വാല്യൂവിനെ ആക്ച്വൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് എന്താണ്, 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആണെങ്കിൽ ലോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലോക്ക് വേരിയബിളിന്റെ വാല്യൂ എന്താക്കി, ന്യൂ എന്ന് പറയുന്നത് 1 ആക്കി മാറ്റി. ദെൻ അല്ലെങ്കിൽ ലോക്ക് വേരിയബിളിന്റെ വാല്യൂ മാറ്റുന്നില്ല. 0 ആണെങ്കിൽ മാറ്റുന്നു. എക്സ്പെക്റ്റഡ് വാല്യൂ ഇപ്പോൾ 1 ആയി 0 ആണോ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 0 അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യില്ല. ദെൻ നമുക്ക് റിട്ടേൺ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് വാല്യൂ ഓഫ് ദ ലോക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ലോക്കിന്റെ വാല്യൂ സപ്പോസ് ഇവിടെ ഈ ലോക്കിന്റെ വാല്യൂ 0 ആയിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ 0 ഈ പോയിന്റർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്ന ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണ്, 0 ആണ്. ഇവിടെ സെറ്റ് ചെയ്യേണ്ട വാല്യൂ 1 ആണ്. ഇതിലേക്ക് അകത്തേക്ക് വരുമ്പോൾ ആക്ച്വൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആക്ച്വലിന്റെ വാല്യൂ 0 ആയിരിക്കും, വിച്ച് മീൻസ് ലോക്ക് ഈസ് അവൈലബിൾ. ആക്ച്വലും എക്സ്പെക്റ്റഡും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും 0 ആണ്. അപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ലോക്കിന്റെ വാല്യൂ 1 എന്നാക്കും. ന്യൂ എന്ന് പറയുന്നത് 1 ആണ്, ലോക്കിന്റെ വാല്യൂ 1 ആക്കും. ഇങ്ങനെയാണ് കമ്പയർ ആൻഡ് സ്വാപ്പ് വർക്ക് ചെയ്യുന്നത്. സിമ്പിൾ ഫ്ലാഗ്, ടെസ്റ്റ് ആൻഡ് സെറ്റ്, ദെൻ കമ്പയർ ആൻഡ് സ്വാപ്പ്. ഇതിന്റെയൊക്കെ പ്രോഗ്രാമിന്റെ സെഗ്മെന്റ്സ് എഴുതണം. ഈ സ്പിൻ ലോക്ക് കൊണ്ടുള്ള പ്രോബ്ലം. സ്പിൻ ലോക്ക് എന്ന് പറയുമ്പോൾ ഈ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പ്രോസസ്സുകൾ. അപ്പൊ ചെക്കിംഗ് ആൻഡ് വെയിറ്റിംഗ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് CPU യൂസ് ചെയ്യുന്നുണ്ട്. സോ CPU ഇസ് ബിസി ഡൂയിങ്, ഒരു വർക്കും ചെയ്യുന്നില്ല, പക്ഷെ CPU എപ്പോഴും ബിസി ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ബിസി ആയിട്ടിരിക്കും. ഇതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് വരുന്ന ലോക്സ് ആണ് സ്ലീപ്പിംഗ് ലോക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഈ വൈൽ ലൂപ്പിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് CPU-നെ ഗിവ് അപ്പ് ചെയ്ത് പോവാണ്. CPU-ന്റെ അടുത്ത് നിന്ന് പോയിട്ട് വേറെ ഈൽഡ് ചെയ്യുന്നു, സ്ലീപ്പിംഗ് ഇതായിട്ട് പോകുന്നു. അപ്പൊ അതിനെയാണ് സ്ലീപ്പിംഗ് ലോക്സ് എന്ന് പറയുന്നത്. അത് സ്പിന്നിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പിംഗ് ലോക്സ് വരുന്നത്. ഇതിന്റെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ ഫ്ലാഗ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, ടെസ്റ്റ് ആൻഡ് സെറ്റിനകത്ത് ഇത് ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റെഡ് ഓഫ് വൈൽ ലൂപ്പിന്റെ ടെർമിനേഷൻ സിമ്പിളിന് പകരം yield എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പൊ yield എന്ന് പറയുമ്പോൾ ഒരു yield moves thread from running to ready state. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ത്രെഡിനെ മാറ്റിയിട്ട് റെഡി സ്റ്റേറ്റിലേക്ക് ആക്കും. അപ്പോൾ ഒരു ബിസി വെയിറ്റിംഗ് മാറ്റിയിട്ട് അതിനെ CPU യൂസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റും. CPU അത് ഗിവ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ അതുപോലെ കുറെ ത്രെഡുകൾ അല്ലെങ്കിൽ കുറെ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ക്യൂവിലേക്ക് വെക്കും. മെയിൻറ്റെയിൻ എ ക്യൂ ഓഫ് വെയിറ്റിംഗ് ത്രെഡ്സ്. എന്നിട്ട് ഒരു ലോക്ക് റിലീസ് ആകുമ്പോൾ എക്സാക്ട്ലി ഒരു ത്രെഡിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ മാത്രം വേക്കപ്പ് ചെയ്യും. അതാണ് യൂസിങ് ക്യൂസ് സ്ലീപ്പിംഗ് ഇതിൽ വരുന്നത്. ദെൻ സ്പിൻ ലോക്ക് വേഴ്സ്. അപ്പൊ ഇത് ഏതിനാണ് ഇതിന് അഡ്വാൻറ്റേജ്, സ്പിൻ ലോക്ക്, സ്ലീപ്പിംഗ് ലോക്സ്. സ്ലീപ്പിംഗ് ലോക്സ് യൂസ് ചെയ്യുമ്പോൾ CPU സൈക്കിൾസിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും, CPU-ന്റെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും സ്പിൻ ലോക്കേ യൂസ് ചെയ്യുള്ളൂ, CPU വേസ്റ്റ് ആയില്ല. കാരണം എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം yield ചെയ്ത് സ്ലീപ്പ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ മറ്റ് പ്രോസസ്സുകൾ നടത്താനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹെൽപ്പ് വേണം. അപ്പൊ അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിൽ നോട്ട് ഓൾവേസ് യൂസ് ദ സ്പിൻ ലോക്സ്, നോട്ട് സ്ലീപ്പിംഗ് മ്യൂട്ടൻസ്.
സ്ലീപ്പിംഗ് yield ചെയ്യണ ലോക്കുകളെ പറയുന്നതാണ് സ്ലീപ്പിംഗ് മ്യൂട്ടക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലോക്സ് എന്ന് പറഞ്ഞ സിങ്ക്രണൈസേഷൻ, അതായത് സിങ്ക്രണൈസേഷൻ മീൻസ് ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷന്റെ യൂസേജ് ആരാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സ് വരുമ്പോൾ അതിനു വേണ്ടി ഒരു അപ്രോച്ചാണ് ലോക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ലോക്കിന്റെ ഇംപ്ലിമെന്റേഷൻ 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഫ്ലാഗ് വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് അതുകൊണ്ട് കുറച്ച് ഫ്ലോസ് വരുന്നുണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ട് അടുത്ത 2 ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് ആണ് ടെസ്റ്റ് ആൻഡ് സെറ്റും അതുപോലെ കമ്പയർ ആൻഡ് സ്വാപ്പും. കമ്പയർ ആൻഡ് സ്വാപ്പ്. പിന്നെ വരുന്നത് സ്പിൻ ലോക്സ് വേഴ്സസ് സ്ലീപ്പിംഗ് മ്യൂട്ടക്സ്. സ്പിൻ ചെയ്യുന്ന ലോക്കും അതുപോലെ സ്ലീപ്പിംഗ് ലോക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പിന്നെ വരുന്നത്.